നമസ്കാരം. സംസ്ഥാനത്തിന്റെ കായിക ഭൂപടത്തിലെ അഭിമാനമായ കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ സുരക്ഷയും പദവിയും പണയപ്പെടുത്തി നടന്ന വൻ ഭൂമി അഴിമതി പുറത്തേക്ക്. GCDAയുടെ അധീനതയിലുള്ള 10 സെന്റിലധികം ഭൂമി സ്വകാര്യ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ വഴി നിർമ്മിക്കാനായി വിട്ടുനൽകിയ സംഭവത്തിൽ മുൻ ചെയർമാൻ വി സലീമിനെതിരെ വിജിലൻസ് അന്വേഷണം ഊർജിതമാക്കി. കലൂർ സ്റ്റേഡിയം റിംഗ് റോഡിൽ നിന്നും റോയൽ റീഗൽ എന്ന സ്വകാര്യ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് വഴി സൗകര്യമുണ്ടാക്കുന്നതിനായി സ്റ്റേഡിയത്തിന്റെ മതിൽ പൊളിച്ചു മാറ്റിയാണ് ഭൂമി കൈമാറിയത്. ഏകദേശം 2.5 കോടി രൂപയുടെ അഴിമതിയാണ് ഇടപാടിൽ വി സലീമിനെതിരെ ആരോപിക്കപ്പെടുന്നത്. ഫ്ളാറ്റ് നിർമ്മാതാക്കൾ ഭൂമി വാങ്ങിയത് ജോസഫ് എന്ന വ്യക്തിയിൽ നിന്നാണ്. ഈ ജോസഫ് പണ്ട് സ്റ്റേഡിയം നിർമ്മാണത്തിനായി GCDAയ്ക്ക് സൗജന്യമായി ഭൂമി നൽകിയിരുന്നുവെന്നും അതിനുള്ള പ്രത്യുപകാരമാണ് ഇപ്പോൾ വഴി നൽകുന്നത് എന്നുമാണ് വി സലീം ഉന്നയിച്ച വാദം. എന്നാൽ വസ്തുതകൾ പരിശോധിച്ചപ്പോൾ ഈ വാദം പച്ചക്കള്ളമാണെന്ന് വ്യക്തമായി. ഒന്നാമതായി, സ്റ്റേഡിയം നിർമ്മാണത്തിനായി GCDA ഒരു സ്വകാര്യ വ്യക്തിയുടെയും ഭൂമി ഏറ്റെടുത്തിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ കൈവശമുണ്ടായിരുന്ന 33 ഏക്കറിൽ നിന്നും 31 ഏക്കർ ഏറ്റെടുത്താണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. ഇതിനു പകരമായി വാട്ടർ അതോറിറ്റിക്ക് നെട്ടൂരിൽ സർക്കാർ ഭൂമി നൽകുകയും ചെയ്തിട്ടുണ്ട്. GCDAയുടെ 1 ഇഞ്ച് ഭൂമി പോലും ആർക്കെങ്കിലും വിട്ടു നൽകണമെങ്കിൽ സർക്കാർ അനുമതി നിർബന്ധമാണ്. എന്നാൽ ഈ ഇടപാടിൽ യാതൊരുവിധ സർക്കാർ അനുമതിയും വാങ്ങിയിട്ടില്ല. GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ മാത്രം വിശ്വാസത്തിലെടുത്താണ് ചെയർമാൻ ഈ വഴിവിട്ട നീക്കം നടത്തിയത്. സുരക്ഷാ കാരണങ്ങളാൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് നിശ്ചിത എൻട്രികളും എക്സിറ്റുകളും മാത്രമേ പാടുള്ളൂ. യാതൊരുവിധ ഉപവഴികളും സ്റ്റേഡിയം റിംഗ് റോഡിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നിരിക്കെ സ്വകാര്യ ഫ്ളാറ്റിലേക്കായി ഇത്തരമൊരു വഴി അനുവദിച്ചത് സ്റ്റേഡിയത്തിന്റെ സുരക്ഷയെ ബാധിക്കും. ഇത്തരം അനധികൃത വഴികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കലൂർ സ്റ്റേഡിയത്തിന് അന്താരാഷ്ട്ര പദവി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കോഴ വാങ്ങി സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുത്തു എന്ന പരാതിയിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഭൂമി ഇടപാടിലെ രേഖകളും GCDAയുടെ അന്നത്തെ തീരുമാനങ്ങളും വിജിലൻസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. വരും ദിവസങ്ങളിൽ വി സലീം ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. പൊതുമുതൽ വ്യക്തിഗത ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുന്നത് ഒരു ഭരണ സംവിധാനത്തിന് ഏൽക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. സംസ്ഥാനത്തിന്റെ കായിക മേഖലയുടെ സിരാകേന്ദ്രമായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ സുരക്ഷയും അന്താരാഷ്ട്ര പദവിയും പണയപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഈ ഭൂമി ഇടപാട് ഗുരുതരമായ ചട്ടലംഘനമാണ് വ്യക്തമാക്കുന്നത്. നിയമപരമായ അനുമതികളില്ലാതെയും വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചു നടത്തിയ ഇത്തരം നീക്കങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത്. ഒരു അന്താരാഷ്ട്ര കായികവേദി എന്ന നിലയിൽ കലൂർ സ്റ്റേഡിയത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ വരും ദിവസങ്ങളിൽ ഈ അഴിമതി മൂലം പ്രതിസന്ധിയിലായേക്കാം. സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ താൽപര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നത് സ്റ്റേഡിയത്തിന്റെ സുഗമമായ പ്രവർത്തനത്തെയും ഭാവിയിലെ മത്സര സാധ്യതകളെയും പ്രതികൂലമായി ബാധിക്കും. ഏകദേശം 2.5 കോടി രൂപയുടെ നഷ്ടം സർക്കാർ ഖജനാവിലുണ്ടായ സാഹചര്യത്തിൽ കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. വിജിലൻസ് അന്വേഷണം ഊർജിതമായതോടെ സലീമിനും മറ്റു പങ്കാളികൾക്കുമെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. കോടികൾ വിലമതിക്കുന്ന പൊതുഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് നിയമവിരുദ്ധമായി കൈമാറുന്ന പ്രവണതയ്ക്കെതിരെ ഈ കേസ് ഒരു മുന്നറിയിപ്പായി മാറേണ്ടതുണ്ട്.